കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സിൽ വരുന്ന സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്ക് ലെവൽസിൽ വരുന്ന മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഡേഞ്ചർ ലെവൽ, ആവറേജ് ലെവൽ, അതേപോലെ റീഓർഡർ ലെവൽ എന്നീ ലെവൽസുകളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്ന പറയുന്ന പാർട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ABC അനാലിസിസ്, അതേപോലെ തന്നെ വെഡ് അനാലിസിസ്, അതേപോലെ കോഡിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം തുടങ്ങിയ ടെക്നിക്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ മെറ്റീരിയലിൻ്റെ അളവ് അധികം കൂടാനും പാടില്ല, അതേപോലെ തന്നെ അധികം കുറയാനും പാടില്ല. ഓക്കെ, അത് ഹൈ ആണെങ്കിൽ അതെന്താവും, ഇറ്റ് വിൽ ലീഡ്സ് ടു ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ മെറ്റീരിയൽസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യും, കെട്ടിക്കിടക്കും. അതെന്താണ്, കോസ്റ്റ്ലി ആണ്, വെറുതെ വേസ്റ്റേജുമാണ്. എന്നാൽ കുറഞ്ഞാൽ അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടായാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അത് സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷനും അത് സെയിൽസിനെയും എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ രണ്ടും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മെറ്റീരിയൽ ഷുഡ് ബി എന്തായിരിക്കണം, മെറ്റീരിയൽ ഒപ്റ്റിമം ആയിരിക്കണം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത്. ഫോർ ദിസ് പർപ്പസ്, ദാറ്റ് ഈസ് ടു കീപ്പ് ദി ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി, മാനേജ്മെൻറ്റ് വിൽ ഫിക്സ് സം മെറ്റീരിയൽ സ്റ്റോക്ക് ലെവൽസ് ഓർ മെറ്റീരിയൽ ലെവൽസ് in order to keep the optimum level of inventory. Okay, this is known as in the stock levels. ഇതിനെയാണ് നമ്മൾ stock levels എന്ന് പറയുന്നത്. That is, this enables to avoid overstocking and understocking. ഓവർസ്റ്റോക്കിങ്ങിനെയും അണ്ടർസ്റ്റോക്കിങ്ങിനെയും അവോയ്ഡ് ചെയ്യുവാൻ ഏതിലൂടെ സാധിക്കും, ഈ ഒരു സ്റ്റോക്ക് ലെവൽസിലൂടെ സാധിക്കും. മെയിനായിട്ട് സ്റ്റോക്ക് ലെവൽസ് വരുന്നത് 5 രീതിയിലാണ് സ്റ്റോക്ക് ലെവൽസ് വരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ്, ഫസ്റ്റ് വൺ ആണ് മാക്സിമം ലെവൽ, സെക്കൻഡ് വൺ എന്താണ്, മിനിമം ലെവൽ, തേർഡ് വൺ റീഓർഡർ ലെവൽ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ആവറേജ് ലെവൽ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഡേഞ്ചർ ലെവൽ. ഓക്കെ, അതായത് മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഓക്കെ, ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്ക് ലെവൽസിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം ലെവൽ മീൻസ് ദിസ് ഈസ് ദി അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി ആണ്. അതായത് ഒരു സ്ഥാപനത്തിൽ മാക്സിമം എത്ര ഇൻവെൻട്രി അല്ലെങ്കിൽ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ലെവൽ എബോവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി എക്സീഡഡ്. ഓക്കെ, ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരിക്കലും മെറ്റീരിയൽസിൻ്റെ അളവ് കൂടാൻ പാടില്ല. അത്തരം സ്റ്റേജിനെയാണ്, അത്തരം ലെവലിനെയാണ് എന്ത് പറയുന്നത്, മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദി മെയിൻ എയിം ഓഫ് ദിസ് ലെവൽ ഈസ് ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യുവാനും, അതേപോലെ തന്നെ ടു അവോയ്ഡ് അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രീസ്. ഓക്കെ, ആവശ്യമില്ലാത്ത വെറുതെ തന്നെ ബ്ലോക്കാക്കി ഇൻവെൻട്രീസിൻ്റെ മുകളിൽ ക്യാപിറ്റൽ വെക്കുന്നത് ഒഴിവാക്കാനും, അതേപോലെ തന്നെ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ലെവൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സമ്മിറ്റ് ലെവൽ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മാക്സിമം ലെവൽ മീൻസ് അപ്പർ ലിമിറ്റ് ഓർ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി എബോവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി എക്സീഡഡ്. ഓക്കെ, അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ആ ഒരു ലെവലിനെ നമുക്ക് എന്ത് പറയാം, മാക്സിമം ലെവൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബിഫോർ ഫിക്സിംഗ് ദി മാക്സിമം ലെവൽ, ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ആർ, ഫസ്റ്റ് ആണ് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. ഒന്നാമത്തെ വരുന്നത് എന്താണ്, റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ആണ് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ. ദെൻ മറ്റൊന്ന് വരുന്നത് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, മറ്റൊന്ന് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ, സ്റ്റോറേജ് കോസ്റ്റ്, EOQ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടൈം നെസസറി ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സിനെ നമ്മൾ മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ, സ്റ്റോറേജ് കോസ്റ്റ്, EOQ, ടൈം നെസസറി ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു മാക്സിമം ലെവലിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഇക്വേഷനിൽ മാക്സിമം ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ്
മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അതായത് റീഓർഡർ ലെവൽ എന്താണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു റീഓർഡർ ലെവലിനെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടി വരും. പിന്നെ റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരുന്നതാണ്. മിനിമം കൺസംഷനും മിനിമം റീഓർഡർ പീരീഡും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ വരുന്നത്. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ദെൻ സ്റ്റോക്ക് ലെവൽസിൽ സെക്കൻഡ് ലെവലാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മിനിമം ലെവലാണ്. അതായത് മിനിമം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, എല്ലാ സമയത്തും ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ ഉണ്ടായിരിക്കേണ്ട, നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ലെവൽ ബിലോ വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് നോർമലി ബി അലോഡ് ടു ഫോൾ. ഈ ഒരു ലെവലിന് താഴോട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെറ്റീരിയലിൻ്റെ അളവ് കുറയാൻ പാടില്ല. അത്തരം ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം ലെവൽ എന്ന് പറയുന്നത്. അതായത് മിനിമം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈം. എല്ലാ സമയത്തും ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ട മെറ്റീരിയലിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം ലെവൽ എന്ന് പറയുന്നത്. It is also called safety level അല്ല safety stock or buffer stock. ഓക്കെ, സേഫ്റ്റി സ്റ്റോക്ക് എന്നും ബഫർ സ്റ്റോക്ക് എന്നും ഇതിനെ അറിയപ്പെടും. The main purpose of minimum level is to avoid production stoppage. ഓക്കെ, പ്രൊഡക്ഷൻ ഡിലേ ആവുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുക എന്നുള്ളത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു മിനിമം ലെവലിൻ്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ മാക്സിമം ലെവലിൽ പറഞ്ഞത് എന്താണ്, ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആണ്. ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാനും അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയലിനെ ഒഴിവാക്കാനുമാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്, മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മിനിമം ലെവൽ ദി മെയിൻ പർപ്പസ് ഈസ് ടു അവോയ്ഡ് പ്രൊഡക്ഷൻ ഡിലേ ആൻഡ് സ്റ്റോപ്പേജ്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് വൈൽ ഫിക്സിംഗ് മിനിമം ലെവൽ, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ആർ ആവറേജ് ടൈം റിക്വയർഡ് ടു ഗെറ്റ് ന്യൂ മെറ്റീരിയൽ, average rate of consumption of material, nature of material, production requirements, reorder level, reorder quantity. Okay, while fixing minimum level we have to consider the factors like average time required to get new material, average rate of consumption of material, nature of material, production requirements, reorder level and reorder quantity. Okay, the next minimum level ne engane kandatham ennu nokkam. മിനിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. നോർമൽ റീഓർഡർ ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് റീഓർഡർ ലെവൽ എന്നുള്ളത് നമ്മൾ മാക്സിമം ലെവൽ പറയുന്ന സമയത്ത് പറഞ്ഞു. ഇനി നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആവറേജ് കൺസംഷൻ ആണ്. ദെൻ നെക്സ്റ്റ് നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് വരുന്നത്, നോർമൽ റീഓർഡർ പീരീഡ് വരുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് മിനിമം ലെവൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ലെവലാണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ ഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഓർഡറിംഗ് ലെവൽ അല്ലെങ്കിൽ റീഓർഡറിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ദറ്റ് ഈസ് when stock reaches this level, storekeeper must reorder for this material. സാധാരണ ഈ ഒരു ലെവലിനെ ഫിക്സ് ചെയ്യുന്നത് മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെ ഇടയിലായിട്ടാണ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. ടു ഫൈൻഡ് ഔട്ട് റീഓർഡറിംഗ് ലെവൽ the equation will be maximum consumption into maximum reorder period. Okay, maximum consumption into maximum reorder period ആണ്. ചില സമയത്ത് മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്ന ഇക്വേഷനും അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കൺസംഷൻ, റീഓർഡർ പീരീഡ്, അതേപോലെ വാരിയേഷൻ ഇൻ റീഓർഡർ പീരീഡ്, മിനിമം ലെവൽ, EOQ, ഇത്രയും ഫാക്ടേഴ്സുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് ദിസ് ഈസ് ദി ലെവൽ അറ്റ് വിച്ച്
ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയലിന് അപ്ലൈ ചെയ്യുന്ന ഒരു ലെവലിനെയാണ് പറയുന്നത്. അതായത് വെൻ സ്റ്റോക്ക് ലെവൽ റീച്ചസ് ദിസ് ലെവൽ, ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? സ്റ്റോർ കീപ്പർ മസ്റ്റ് റീഓർഡർ ഫോർ ദി മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ എന്ത് ചെയ്യണം? റീഓർഡർ ചെയ്യണം. നെക്സ്റ്റ് ലെവലാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതായത് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ആണ്. ദറ്റ് ഈസ് മിനിമം ലെവൽ പ്ലസ് ഹാഫ് ദി റീഓർഡർ ക്വാണ്ടിറ്റി ആണ് ഈ ഒരു ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ ആവറേജ് ആയിട്ട് എത്ര സ്റ്റോക്കാണോ വെക്കേണ്ടത് അതിനെ നമുക്ക് എന്ത് പറയാം? ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയാം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടെത്താൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡേഞ്ചർ ലെവലാണ്. അതായത് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എമർജൻസി സിറ്റുവേഷൻ ആണ്. അതായത് ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദി സ്റ്റോക്ക് ഷുഡ് നെവർ ബി അലോഡ് ടു ഫാൾ. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ലെവലിന് താഴോട്ട് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? താഴോട്ട് പോകാൻ പാടില്ല. ആ ഒരു ലെവൽ ഓഫ് സ്റ്റേജിനെയാണ്, ആ ഒരു ലെവൽ ഓഫ് സ്റ്റോക്കിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. അതായത് വെൻ സ്റ്റോക്ക് റീച്ചസ് അറ്റ് ദിസ് സ്റ്റേജ് അർജൻറ്റ് ആൻഡ് എമർജൻസി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഓക്കെ, അർജൻറ്റ് അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും എടുക്കണം. ഇതിനെ എന്ത് പറയും? ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നും ഇതിനെ അറിയപ്പെടും. ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നും അറിയപ്പെടും. ഈ ഒരു ഡേഞ്ചർ ലെവലിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ് ആണ്. ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റനിൽ തരും മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ് എന്ന് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡേഞ്ചർ ലെവൽ കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ദീസ് ആർ ദി സ്റ്റോക്ക് ലെവൽസ്. ഇനി ഇതിൽ വരുന്ന ഒരു ടേം ആണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്ന ഒരു ടേം. അതായത് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് ദി പീരീഡ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽ ആണ്. ഓക്കെ, ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയലിനെയാണ് നമ്മൾ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് റിസീപ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതിൻ്റെയും ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലീഡ് ടൈം അല്ലെങ്കിൽ ഡെലിവറി പീരീഡ് എന്നൊക്കെ എന്തിനെ അറിയപ്പെടും? ഈ ഒരു റീഓർഡർ പീരീഡിനെ അറിയപ്പെടും. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. നോർമൽ കൺസംഷൻ 100 യൂണിറ്റ്സ് പെർ വീക്ക്, മിനിമം കൺസംഷൻ 50 യൂണിറ്റ്സ് പെർ വീക്ക്, മാക്സിമം കൺസംഷൻ 150 യൂണിറ്റ്സ് പെർ വീക്ക്, റീഓർഡർ ക്വാണ്ടിറ്റി 400 യൂണിറ്റ്സ്, റീഓർഡർ പീരീഡ് 6 to 8 വീക്സ്, എമർജൻസി ഡെലിവറി പീരീഡ് 3 വീക്സ്. ഓക്കെ, ഇവിടെ റീഓർഡർ പീരീഡിൽ 6 എന്നുള്ളത് മിനിമം റീഓർഡർ പീരീഡ് ആണ്, 8 എന്നുള്ളത് എന്തായിരിക്കും? മാക്സിമം റീഓർഡർ പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? മിനിമം ലെവലാണ് കണ്ടെത്തേണ്ടത്. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു എന്താണ്? മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് എന്താണ്? നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ് എന്ത് വരുന്നത്? മിനിമം ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ റീഓർഡർ ലെവൽ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഓർഡർ ലെവൽ കണ്ടെത്തുന്നു. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു എന്താണ്? മാക്സിമം റീഓർഡർ പീരീഡാണ്. മാക്സിമം റീഓർഡർ പീരീഡാണ് എന്ത് വരുന്നത്? റീഓർഡർ ലെവൽ വരുന്നത്. ഇവിടെ മാക്സിമം കൺസംഷൻ എത്രയാണ്? 150 ആണ് വരുന്നത്. അപ്പോൾ 150 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 150 ഇൻറ്റു 8 എന്ന് കിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1200 എന്ന് ആൻസർ കിട്ടും. 1200 യൂണിറ്റ്സ് ആണ് റീഓർഡർ ലെവൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോർമൽ കൺസംഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 യൂണിറ്റ് ആണ്. നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 to 8 പറഞ്ഞിട്ടുണ്ട്. അപ്പം നോർമൽ റീഓർഡർ പീരീഡ് എങ്ങനെ കിട്ടും? നോർമൽ റീഓർഡർ പീരീഡ് ഈസ് ഈക്വൽ ടു
എന്ത് വരും പീരീഡ് ഈസ് ഈക്വൽ ടു 6 + 8 / 2 എന്ന് വരും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 14 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. മിനിമം ലെവൽ എന്ത് വരും? മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു ആൻസർ എങ്ങനെ വരും? റീഓർഡർ ലെവൽ എത്രയാണ്? 1200 യൂണിറ്റ്സ് ആണ്. 1200 മൈനസ് നോർമൽ കൺസംഷൻ എത്രയാണ്? 100 ആണ്. ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് 7 ആണ്. ഓക്കെ, അപ്പോൾ 1200 മൈനസ് എന്ത് വരും? 700 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 യൂണിറ്റ്സ് എന്ന് കിട്ടും. എന്ത്? മിനിമം ലെവൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? മാക്സിമം ലെവലാണ് കണ്ടെത്തേണ്ടത്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് എന്താണ്? മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അതായത് മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. അവിടെ റീഓർഡർ ലെവൽ നമ്മൾ നേരത്തെ കണ്ടെത്തി. എത്രയായിരുന്നു? 1200 ആയിരുന്നു റീഓർഡർ ലെവൽ. പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 400 യൂണിറ്റ് ആണ്. മൈനസ് മിനിമം കൺസംഷൻ എത്രയാണ്? ഇവിടെ 50 ആണ്. ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, അതായത് റീഓർഡർ പീരീഡിന് മിനിമം ഏതാണ്? 6 ആണ്. അപ്പോൾ ഇൻറ്റു 6 എന്ന് വരും. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ 1600 മൈനസ് എന്ത് വരും? 300 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1300 യൂണിറ്റ്സ് എന്ന് കിട്ടും. എന്ത്? മാക്സിമം ലെവൽ. ഓക്കെ, അപ്പോൾ മാക്സിമം ലെവൽ എന്ത് ചെയ്തു? ഇവിടെ മിനിമം ലെവൽ കിട്ടിയത് 500 യൂണിറ്റ്സ്. മാക്സിമം ലെവൽ എത്ര കിട്ടും? 1300 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ആവറേജ് ലെവലാണ് കണ്ടെത്തേണ്ടത്. ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു എന്താണ്? മിനിമം ലെവൽ പ്ലസ് എന്താണ്? ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഹാഫ് ദി റീഓർഡർ ക്വാണ്ടിറ്റി ആണ് എന്ത് വരുന്നത്? ആവറേജ് ലെവൽ വരുന്നത്. അതായത് ഇവിടെ മിനിമം ലെവൽ എത്രയാണ്? 500 യൂണിറ്റ്സ് ആണ്. പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 400 ആണ്. അപ്പോൾ എന്ത് വരും? 500 പ്ലസ് എന്ത് വരും? ഇതിൻ്റെ ഹാഫ് കണ്ടു കഴിഞ്ഞാൽ 200 വരും. അപ്പോൾ എത്ര കിട്ടും? 700 യൂണിറ്റ്സ് എന്ന് എന്ത് കിട്ടും? ആവറേജ് ലെവൽ കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് കണ്ടെത്തേണ്ടത് എന്താണ്? ഡേഞ്ചർ ലെവലാണ് കണ്ടെത്തേണ്ടത്. ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് കൺസംഷൻ ഇൻറ്റു എന്താണ്? എമർജൻസി പീരീഡ് ആണ്. എമർജൻസി പീരീഡ് ആണ് എന്ത് വരുന്നത്? ഇവിടെ ഡേഞ്ചർ ലെവലിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആവറേജ് കൺസംഷൻ എത്രയാണ്? ക്വസ്റ്റനിൽ തന്നത് 100 ആണ്. അതായത് നോർമൽ കൺസംഷൻ ഇൻറ്റു എന്ത് വരും? എമർജൻസി പീരീഡ് 3 വീക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? 300 യൂണിറ്റ്സ് എന്ന് എന്ത് കിട്ടും? ഇവിടെ ഡേഞ്ചർ ലെവൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേരിയസ് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.